സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 30/6/2026 ഗസറ്റ് പ്രകാരം കേരള പി എസ് സി പുറത്തിറക്കിയ പുതിയ 34 തസ്തികയിലേക്കുള്ള വിജ്ഞാപനങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പ്രൊഫൈലിൽ കയറി നോക്കിയാൽ ഇപ്പോൾ 34 തസ്തികയിലേക്കും അപേക്ഷിക്കാം. സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റിൽ 11 തസ്തികകളിലേക്കും സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് 2 പോസ്റ്റിലേക്കും സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് NCA 5 നോട്ടിഫിക്കേഷനും സ്റ്റേറ്റ് വൈഡ് ബൈ ട്രാൻസ്ഫർ ജനറൽ 7 നോട്ടിഫിക്കേഷനും സ്റ്റേറ്റ് വൈഡ് ബൈ ട്രാൻസ്ഫർ NCA 1 നോട്ടിഫിക്കേഷനും ഡിസ്ട്രിക്ട് വൈസ് ഡയറക്റ്റ് ജനറൽ 1 നോട്ടിഫിക്കേഷനും ഡിസ്ട്രിക്ട് വൈസ് ഡയറക്റ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൽ 2 നോട്ടിഫിക്കേഷനും ഡിസ്ട്രിക്ട് വൈസ് ഡയറക്റ്റ് NCA 5 നോട്ടിഫിക്കേഷനുമാണ് ഇപ്പോൾ PSC പുറത്തുവിട്ടിരിക്കുന്നത്. PSC പ്രൊഫൈലിൽ ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്ന 34 വിജ്ഞാപനങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ വളരെ വിശദമായി പറയുന്നത്. അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ നോക്കാം. കാറ്റഗറി നമ്പർ 044/2026 കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്കാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത്. 51,400 തൊട്ട് 1,10,300 വരെയാണ് സാലറി സ്കെയില്. ഒരു ഒഴിവാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി പറയുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. അതായത് 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ യോഗ്യതയുള്ളത്. 2 തീയതികളും ഉൾപ്പെടെയാണ് പറയുന്നത്. പിന്നാക്ക വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്കും നിയമാനുസൃതമായിട്ടുള്ള പ്രായപരിധി ഇളവ് ലഭിക്കുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് ഇനി പറയുന്നത്. UGC അംഗീകൃത സർവകലാശാലയിൽ നിന്നോ കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നോ കേരള സർക്കാർ സ്ഥാപിച്ച സ്ഥാപനങ്ങളിൽ നിന്നോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നേടിയ ബിരുദം അല്ലെങ്കിൽ അതിന് തത്തുല്യമായ യോഗ്യത, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ സെക്ഷൻ A ആൻഡ് B വിജയിച്ചിരിക്കണം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇൻ ഇന്ത്യയുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഡിപ്ലോമ അല്ലെങ്കിൽ അതിന് തത്തുല്യമായി അംഗീകരിക്കപ്പെട്ട മറ്റെന്തെങ്കിലും ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അതുമല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ നേടിയ ബിരുദം അല്ലെങ്കിൽ അതിന് തത്തുല്യമായി അംഗീകരിക്കപ്പെട്ട യോഗ്യത ഉണ്ടായിരിക്കണം. 2026 ഓഗസ്റ്റ് 5 വരെയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്നത്. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 045/2026 ഫിഷറീസ് വകുപ്പിൽ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്കാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത്. സാലറി സ്കെയില് 50,200 തൊട്ട് 1,05,300 വരെയാണ്. ഇവിടെയും ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. അതായത് 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. ഈ 2 തീയതികളും ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കും നിയമാനുസൃതമായിട്ടുള്ള പ്രായപരിധി ഇളവ് ലഭിക്കുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതകളാണ് ഇനി പറയുന്നത്. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഫിഷറീസ് സയൻസ് ബിരുദം അല്ലെങ്കിൽ ഫിഷറീസ് സയൻസ്, ഇൻഡസ്ട്രിയൽ ഫിഷറീസ്, മാരികൾച്ചർ, മറൈൻ ബയോളജി, കോസ്റ്റൽ അക്വാകൾച്ചർ, അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ്, അക്വാകൾച്ചർ ആൻഡ് ഫിഷറി മൈക്രോബയോളജി, ക്യാപ്ചർ ആൻഡ് കൾച്ചർ ഫിഷറീസ്, അക്വാകൾച്ചർ ആൻഡ് ഫിഷറി ബയോളജി, അപ്ലൈഡ് ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ, ഫിഷ് പ്രോസസ്സിംഗ് ടെക്നോളജി ആൻഡ് അക്വാകൾച്ചർ എഞ്ചിനീയറിംഗ്, സുവോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഈ പറഞ്ഞ ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും നേടിയ ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണം. ഓഗസ്റ്റ് 5 തീയതി വരെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 046/2026 ലാൻഡ് യൂസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജിയോളജിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത്. 43,400 തൊട്ട് 91,200 വരെയാണ് സാലറി സ്കെയിൽ. 6 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. പ്രായപരിധി പറയുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. അതായത്
2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ അർഹത. 2 തീയതി ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കും നിയമാനുസൃതമായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത UGC അംഗീകൃത സർവകലാശാലയിൽ നിന്നോ കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നോ കേരള സർക്കാർ സ്ഥാപിച്ച സ്ഥാപനങ്ങളിൽ നിന്നോ നേടിയ ജിയോളജി അല്ലെങ്കിൽ മറൈൻ ജിയോളജിയിൽ ഉള്ള ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ അതിന് തത്തുല്യമായ യോഗ്യതയുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 2026 ഓഗസ്റ്റ് 5 ഈ തസ്തികയിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി. അടുത്ത നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ 047/2026. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ സ്റ്റേഷൻ ഓഫീസർ തസ്തികയിലേക്കാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത്. 43,400 തൊട്ട് 91,200 വരെയാണ് സാലറി സ്കെയിൽ. ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. ഭിന്നശേഷിക്കാർക്കും വനിതകൾക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. പ്രായപരിധി പറയുന്നത് 20 വയസ്സ് മുതൽ 35 വയസ്സ് വരെ. അതായത് 2/1/1991 1/1/2006 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. പിന്നാക്ക വിഭാഗങ്ങൾക്കും SC/ST ഉദ്യോഗാർത്ഥികൾക്കും നിയമാനുസൃതമായി പ്രായപരിധി ഇളവ് ലഭിക്കും. ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിലെ ക്ലർക്കുമാർക്ക് ഉയർന്ന പ്രായപരിധി 43 വയസ്സ് വരെ ആയിരിക്കും. വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള സയൻസ് ബിരുദം. കെമിസ്ട്രി പഠിച്ചവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. മുൻഗണനാ യോഗ്യത എന്ന് പറയുന്നത് കായിക മേഖലയിൽ മികച്ച റെക്കോർഡ് ഉണ്ടായിരിക്കണം. അടുത്തത് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ. ഉയരം ജനറൽ വിഭാഗങ്ങൾക്ക് 165 സെൻറ്റിമീറ്ററും SC/ST വിഭാഗക്കാർക്ക് 160 സെൻറ്റിമീറ്ററും. ഭാരം ജനറൽ വിഭാഗങ്ങൾക്ക് 50 കിലോഗ്രാമും SC/ST വിഭാഗക്കാർക്ക് 48 കിലോഗ്രാമും. നെഞ്ചളവ് ജനറൽ വിഭാഗങ്ങൾക്ക് 81 സെൻറ്റിമീറ്ററും SC/ST വിഭാഗക്കാർക്ക് 76 സെൻറ്റിമീറ്ററും. ചെസ്റ്റ് എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ എല്ലാ വിഭാഗക്കാർക്കും ബാധകമാണ്. വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നത് ഡിസ്റ്റൻസ് വിഷൻ 6/6 സ്നെല്ലൻ 2 കണ്ണുകൾക്കും, അതുപോലെ നിയർ വിഷൻ 0.5 സ്നെല്ലൻ. കളർ ബ്ലൈൻഡ്നെസ് മാലക്കണ്ണ് അല്ലെങ്കിൽ മറ്റ് കണ്ണ് രോഗങ്ങൾ ഉള്ളവർ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ അയോഗ്യരാണ്. സിവിൽ സർജൻ പദവിയിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസറിൽ നിന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കേണ്ടി വരും. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കൂടി ഉണ്ടാവും. അതിനുള്ള യോഗ്യതകളും നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഓഗസ്റ്റ് 5 വരെയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി. അടുത്ത നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ 048/2026. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 എന്നീ തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. 41,300 തൊട്ട് 87,000 വരെയാണ് സാലറി സ്കെയിൽ പറയുന്നത്. പ്രതീക്ഷിത ഒഴിവുകൾ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. അതായത് 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതികളും ഉൾപ്പെടെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. OBC SC/ST ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായി പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാർക്ക് അവരുടെ സർവീസ് കാലാവധിക്ക് അനുസൃതമായി പരമാവധി 10 വർഷം വരെ പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ്. എന്നാൽ പ്രായം 1/1/2026 50 വയസ്സ് കവിയാൻ പാടില്ല. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ് നടത്തുന്ന കുറഞ്ഞത് 3 വർഷത്തെ റെഗുലർ കോഴ്സ് വഴി നേടിയ അനുയോജ്യമായ ബ്രാഞ്ചിലുള്ള എഞ്ചിനീയറിംഗ്, ടെക്നോളജി ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. അടുത്ത നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ 049/2026. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ സ്റ്റോർ കീപ്പർ തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. 35,600 തൊട്ട് 75,400 വരെയാണ് സാലറി സ്കെയിൽ. ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. പ്രായപരിധി പറയുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ.
അതായത് 2/1/1986-നും 1/1/2008-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ. ഈ 2 തീയതികളും ഉൾപ്പെടെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. OBC, SC/ST ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നു. ഈ സ്ഥാപനത്തിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്നവർക്ക് അവരുടെ സർവീസ് കാലാവധിക്ക് അനുസൃതമായി പരമാവധി 5 വർഷം വരെ പ്രായപരിധി ഇളവ് ലഭിക്കുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവുമാണ് ഇനി പറയുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. കമ്പനീസ് ആക്ട് 1956 പ്രകാരം രജിസ്റ്റർ ചെയ്ത കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത സ്വകാര്യ സ്ഥാപനങ്ങളിലോ ഉള്ള ഒരു എഞ്ചിനീയറിംഗ് യൂണിറ്റിലെ ടൂൾ റൂമിൽ ഇൻവെന്ററി കൺട്രോൾ പരിചയത്തോടെ കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അടിസ്ഥാന യോഗ്യത നേടിയതിനു ശേഷമുള്ള പ്രവൃത്തി പരിചയം മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ നിശ്ചിത മാതൃകയിലുള്ള പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 050/2026. ഒരുപാട് പേര് കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷനാണിത്. കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ താഴെ പറയുന്ന തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഓൺലൈനായിട്ട് മാത്രം അപേക്ഷ സ്വീകരിക്കുന്നു. അപേക്ഷിക്കുന്നതിന് മുൻപ് ഉദ്യോഗാർത്ഥികൾ കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. നിലവിൽ രജിസ്റ്റർ ചെയ്തവർക്ക് പ്രൊഫൈൽ വഴി ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കാറ്റഗറി നമ്പർ 050/2026. കേരളത്തിലെ സർവകലാശാലകളിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത്. 27,900 തൊട്ട് 63,700 വരെയാണ് സാലറി സ്കെയിൽ. പ്രതീക്ഷിത ഒഴിവുകൾ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. 2/1/1986-നും 1/1/2008-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ. ഈ 2 തീയതിയും ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. SC/ST, OBC ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കും. അതുപോലെ പരമാവധി പ്രായപരിധി എന്ന് പറയുന്നത് 50 വയസ്സ് കവിയാൻ പാടില്ല. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC പാസ്സായിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ ഗ്രേഡ്, ഒപ്പം കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. ജനുവരി 2002 മുമ്പ് KGTE ടൈപ്പ് റൈറ്റിംഗ് പാസ്സായവർക്ക് പ്രത്യേകമായി കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ ഗ്രേഡ് അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. സർക്കാർ അംഗീകൃത ടൈപ്പ് റൈറ്റിംഗ് സർട്ടിഫിക്കറ്റുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അതുപോലെ സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾ പരിഗണിക്കുന്നതല്ല. ഓഗസ്റ്റ് മാസം 5-ാം തീയതി വരെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്നതാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 051/2026. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ ബോട്ട്സ് റാങ്ക് തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. 26,500 തൊട്ട് 60,700 വരെയാണ് സാലറി സ്കെയിൽ പറയുന്നത്. 7 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. അതായത് 2/1/1986-നും 1/1/2008-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ. 2 തീയതികൾ ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും മറ്റ് പിന്നാക്ക സമുദായങ്ങൾക്കും നിയമാനുസൃതമായിട്ടുള്ള പ്രായപരിധി ഇളവ് ലഭിക്കുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് SSLC പാസ്സായിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. കേരള ഇൻലാൻഡ് വെസൽസ് റൂൾ 2010 പ്രകാരമുള്ള അതോറിറ്റിയോ അല്ലെങ്കിൽ മെർക്കൻഡൈൽ മറൈൻ ഡിപ്പാർട്ട്മെന്റോ നൽകിയ സാധുതയുള്ള സ്രാങ്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഓഗസ്റ്റ് 5-ന് മുന്നേ ആയി ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 053/2026. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ അപ്ഹോസ്റ്റർ തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. 25,100 തൊട്ട് 57,900 വരെയാണ് സാലറി സ്കെയിൽ പറയുന്നത്. 1 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയമന രീതി നേരിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്. പ്രായപരിധി പറയുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. ഉദ്യോഗാർത്ഥികൾ 2/1/1986-നും 1/1/2008-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം.
2 തീയതിയും ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നാക്ക വിഭാഗക്കാർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. അപ്ഹോൾസ്റ്ററി ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായി പ്രവൃത്തി പരിചയം ആവശ്യമുണ്ട്. അത് പറയുന്നത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരുടെ കാര്യത്തിൽ സർക്കാർ, അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ഉള്ള 3 വർഷത്തെ അപ്ഹോൾസ്റ്ററി പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന് പറയുന്നുണ്ട്. ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ഉദ്യോഗാർത്ഥികളുടെ പ്രാവീണ്യം അളക്കുന്നതിനായി കേരള PSC പ്രാക്ടിക്കൽ ടെസ്റ്റ് നടത്തുന്നതായിരിക്കുമെന്നും നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2026 ഓഗസ്റ്റ് 5 വരെ. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 054/2026 കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് ലിമിറ്റഡിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. 20,000 തൊട്ട് 45,800 വരെയാണ് സാലറി സ്കെയിൽ പറയുന്നത്. പ്രതീക്ഷിത ഒഴിവുകൾ, ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് നോട്ടിഫിക്കേഷനിൽ തന്നിരിക്കുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി പറയുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. ഉദ്യോഗാർത്ഥികൾ 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതിയും ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നാക്ക വിഭാഗക്കാർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും നിയമാനുസൃതമായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. താൽക്കാലിക ജീവനക്കാർക്ക് നിബന്ധനകൾക്ക് വിധേയമായി പരമാവധി 5 വർഷം വരെ പ്രായ ഇളവ് ലഭിക്കും. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതകളാണ് ഇനി പറയുന്നത്. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BA, BSc, BCom ബിരുദം അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ്, ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലോവർ പാസ്സായിരിക്കണം. അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 5/8/2026 ബുധനാഴ്ച വരെ. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 056/2026 കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ മാനേജിംഗ് ഡയറക്ടറുടെ പ്രൈവറ്റ് സെക്രട്ടറി പോസ്റ്റിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. 9,940 തൊട്ട് 16,580 വരെയാണ് ബേസിക് സാലറി. ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നേരിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. ഉദ്യോഗാർത്ഥികൾക്ക് 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതികളും ഉൾപ്പെടെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നാക്ക വിഭാഗക്കാർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും നിയമാനുസൃതമായ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഈ സ്ഥാപനത്തിലെ താൽക്കാലിക ജീവനക്കാർക്ക് നിബന്ധനകൾക്ക് വിധേയമായി പരമാവധി 5 വർഷം വരെ പ്രായ ഇളവ് ലഭിക്കുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതകളാണ് ഇനി പറയുന്നത്. +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. മലയാളം, ഇംഗ്ലീഷ്, ടൈപ്പ് റൈറ്റിംഗ്, ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ്, ഒപ്പം കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങും അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. മലയാളം, ഇംഗ്ലീഷ്, ഷോർട്ട് ഹാൻഡ് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. 2002 ജനുവരിക്ക് മുമ്പ് KGTE ടൈപ്പ് റൈറ്റിംഗ് പാസ്സായവർ കുറഞ്ഞത് 3 മാസം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് കോഴ്സ് സർട്ടിഫിക്കറ്റ് പ്രത്യേകം ഹാജരാക്കണമെന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 5 അടുത്ത നോട്ടിഫിക്കേഷൻ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. കാറ്റഗറി നമ്പർ 058/2026 ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. സാലറി സ്കെയിൽ പറയുന്നത് 39,300 തൊട്ട് 83,000 വരെയാണ്. സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. ST വിഭാഗങ്ങൾക്ക് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. കേരളത്തിലെ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അപേക്ഷകൾ വന്നാൽ അത് നിരസിക്കുന്നതാണ്. പ്രായപരിധി പറയുന്നത് 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയാണ്. ഉദ്യോഗാർത്ഥികൾ 2/1/1981 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം. യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ കുറവുണ്ടായാൽ ഉയർന്ന പ്രായപരിധി 50 വയസ്സ് വരെ ഇളവ് ചെയ്ത് നൽകുന്നതാണ് എന്ന് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് ഇനി പറയുന്നത്.
അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. UGC അംഗീകൃത സർവകലാശാലകൾ അല്ലെങ്കിൽ പാർലമെന്റ്, നിയമസഭ, ആക്ട് വഴി സ്ഥാപിതമായ സ്ഥാപനങ്ങൾ നൽകുന്ന ബിരുദങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. ഓഗസ്റ്റ് മാസം 5-ാം തീയതി വരെയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്നത്. അടുത്തതും ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. കാറ്റഗറി നമ്പർ വരുന്നത് 059/2026. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ മോർച്ചറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. 31,100 തൊട്ട് 66,800 വരെയാണ് സാലറി സ്കെയിൽ. ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയമന രീതി നേരിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്. കേരളത്തിലെ പട്ടികവർഗ വിഭാഗക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക റിക്രൂട്ട്മെന്റ് ആണിത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അപേക്ഷകൾ നിരസിക്കുന്നതാണ് എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. പ്രായപരിധി 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെ. അതായത് ഉദ്യോഗാർത്ഥികൾ 2/1/1981 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതികളും ഉൾപ്പെടെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ കുറവുണ്ടായാൽ ഉയർന്ന പ്രായപരിധി 50 വയസ്സ് വരെ ഇളവ് ചെയ്തു നൽകുന്നതാണ് എന്നും നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതകളാണ് ഇനി പറയുന്നത്. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള PDC സയൻസ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ നടത്തുന്ന MLT കോഴ്സ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 5-ാം തീയതി വരെയാണ്. അടുത്ത നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ 062/2026. കേരള കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. 6-ാം NCA നോട്ടിഫിക്കേഷനാണ്. SC വിഭാഗക്കാർക്ക് ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയമന രീതി നേരിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്. SC വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. എന്നാൽ ഇവരുടെ കുറവുണ്ടായാൽ പട്ടികവർഗ വിഭാഗക്കാരെയും പരിഗണിക്കും. മറ്റുള്ളവരുടെ അപേക്ഷകൾ നിരസിക്കുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 22 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ്. ഉദ്യോഗാർത്ഥികൾ 2/1/1976 1/1/2004 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതകളെ പറ്റിയാണ് ഇനി പറയുന്നത്. ബന്ധപ്പെട്ട വിഷയത്തിൽ കുറഞ്ഞത് 50% മാർക്കോടെയുള്ള ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും മികച്ച അക്കാഡമിക് റെക്കോർഡും ഉണ്ടായിരിക്കണം. UGC അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഇതിനായി ചുമതലപ്പെടുത്തിയ ഏജൻസി നടത്തുന്ന നെറ്റ് പരീക്ഷ ജയിച്ചിരിക്കണം. യോഗ്യതകൾ തുല്യമായി വരുന്ന സാഹചര്യത്തിൽ മലയാളത്തിൽ മതിയായ അറിവുള്ളവർക്കാണ് മുൻഗണന ലഭിക്കുന്നത്. ബന്ധപ്പെട്ട വിഷയത്തിൽ PhD ഉള്ളവരെ നെറ്റ് പരീക്ഷയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ആർക്കൊക്കെയാണ് വെയിറ്റേജ് മാർക്ക് ലഭിക്കുന്നതെന്ന് നോക്കാം. അടിസ്ഥാന യോഗ്യതയ്ക്ക് പുറമെ താഴെ പറയുന്ന അധിക യോഗ്യതകൾ ഉള്ളവർക്ക് റാങ്ക് ലിസ്റ്റിൽ വെയിറ്റേജ് മാർക്ക് ലഭിക്കും. MPhil ഉള്ളവർക്ക് 2 മാർക്ക് അധികം ലഭിക്കും. PhDക്ക് 4 മാർക്ക്, MPhil ആൻഡ് PhD രണ്ടും ഉള്ളവർക്ക് 5 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ഉള്ളവർക്ക് 2 മാർക്കാണ് ലഭിക്കുന്നത്. ഓഗസ്റ്റ് 5-ാം തീയതി വരെയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്നത്. അടുത്ത നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ 63/2026. ഭാരതീയ ചികിത്സാ വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. 2-ാം NCA നോട്ടിഫിക്കേഷനാണ്. കാറ്റഗറി നമ്പർ 063/2026. 55,200 തൊട്ട് 1,15,300 വരെയാണ് സാലറി സ്കെയിൽ പറയുന്നത്. ഹിന്ദു നാടാറിന് ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതും ഒരു NCA നോട്ടിഫിക്കേഷനാണ്. നേരിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ഹിന്ദു നാടാർ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മാത്രമായിരിക്കും അപേക്ഷ സ്വീകരിക്കുന്നത്. മറ്റുള്ളവരുടെ അപേക്ഷകൾ നിരസിക്കുന്നതാണ് എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. പ്രായപരിധി 19 വയസ്സ് മുതൽ 48 വയസ്സ് വരെ. ഉദ്യോഗാർത്ഥികൾ 2/1/1978 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതകളാണ് ഇനി പറയുന്നത്. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് MD ബിരുദം ഉണ്ടായിരിക്കണം. തിരുവിതാംകൂർ കൊച്ചി മെഡിക്കൽ കൗൺസിലിൽ A ക്ലാസ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം എന്നും പറയുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 5-ാം തീയതി വരെയാണ്. അടുത്ത നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ 064/2026. കേരള പോലീസിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്.
31,100 തൊട്ട് 66,800 വരെയാണ് സാലറി സ്കെയിൽ. ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നേരിട്ടുള്ള നിയമന രീതിയാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. പ്രായപരിധി 20 വയസ്സ് മുതൽ 35 വയസ്സിന് ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത്. ജനന തീയതി 2/1/1991 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ. 18 വയസ്സിന് ശേഷം ക്രിസ്തു മതത്തിലേക്ക് മാറിയ പട്ടികജാതി വിഭാഗക്കാർക്കും അവരുടെ മക്കൾക്കും 37 വയസ്സ് വരെ ഇളവുണ്ട്. മുൻ സൈനികർക്ക് ഉയർന്ന പ്രായപരിധി 45 വയസ്സ് വരെയാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ +2 അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ വിജയിച്ചിരിക്കണം. സാങ്കേതിക യോഗ്യത മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, ഹെവി പാസഞ്ചർ വെഹിക്കിൾ, ഹെവി ഗുഡ്സ് വെഹിക്കിൾ എന്നിവ ഓടിക്കാനുള്ള സാധുവായ ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവേഴ്സ് ബാഡ്ജും ഉണ്ടായിരിക്കണം. കേരള PSC നടത്തുന്ന പ്രായോഗിക ഡ്രൈവിംഗ് ടെസ്റ്റിലും വിജയിച്ചിരിക്കണം. അതുപോലെ ശാരീരിക യോഗ്യതകൾ പറയുന്നുണ്ട്. പുരുഷന്മാർക്ക് 168 സെൻറ്റിമീറ്ററും സ്ത്രീകൾക്ക് കുറഞ്ഞത് 157 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കണം. നെഞ്ചളവ് പുരുഷന്മാർക്ക് മാത്രമാണ് പറയുന്നത്. കുറഞ്ഞത് 81 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷനും ഉണ്ടായിരിക്കണം. കാഴ്ചശക്തി പറയുന്നുണ്ട്. കണ്ണടയില്ലാതെ അകലെ കാഴ്ച 6/6 സ്നെല്ലനും നിയർ വിഷൻ 0.5 സ്നെല്ലനും ഉണ്ടായിരിക്കണം. വർണ്ണാന്തത, മാലക്കണ്ണ്, മെല്ലിക്കണ്ണ് എന്നിവ പാടില്ല. അതുപോലെ മറ്റ് ശാരീരിക വൈകല്യങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. ഈ പോസ്റ്റിലേക്കായിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആൺകുട്ടികൾക്കാണെങ്കിൽ 8 ഇനങ്ങളിൽ ഏതെങ്കിലും 5 ഇനം ക്ലിയർ ചെയ്യണം. പെൺകുട്ടികൾക്കാണെങ്കിൽ 7 ഇനത്തിൽ 5 എണ്ണം ക്ലിയർ ചെയ്യണം. ഓഗസ്റ്റ് 5-ാം തീയതി വരെയാണ് ഈ പോസ്റ്റിലേക്കും അപേക്ഷ സ്വീകരിക്കുന്നത്. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 066/2026. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. 19,000 തൊട്ട് 43,600 വരെയാണ് സാലറി സ്കെയിൽ. പട്ടികജാതി വിഭാഗക്കാർക്ക് ഒരു ഒഴിവാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും ഒരു NCA നോട്ടിഫിക്കേഷനാണ്. നേരിട്ടുള്ള നിയമനമാണ്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. പ്രായപരിധി 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെ. 2/1/1981 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ. ഈ സ്ഥാപനത്തിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്നവർക്ക് നിയമപ്രകാരമുള്ള വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും. പരമാവധി 5 വയസ്സ് വരെയാണ് ഇളവ് ലഭിക്കുന്നത്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ് ഇനി പറയുന്നത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ 18 മാസത്തെ ഇലക്ട്രീഷ്യൻ കോഴ്സും അപ്രന്റീസ്ഷിപ്പും വിജയകരമായി പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പ്രവൃത്തി പരിചയം ചോദിക്കുന്നുണ്ട്. അംഗീകാരമുള്ള ഏതെങ്കിലും ഫിലിം സ്റ്റുഡിയോയിൽ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. നിശ്ചിത പ്രവൃത്തി പരിചയമുള്ള പട്ടികജാതി ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ പ്രവൃത്തി പരിചയം ഇല്ലാത്ത പട്ടികജാതി ഉദ്യോഗാർത്ഥികളെയും പരിഗണിക്കുന്നതാണ് എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 5-ാം തീയതി വരെയാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 067/2026. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ സിനി അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. 18,000 തൊട്ട് 41,500 വരെയാണ് സാലറി സ്കെയിൽ പറയുന്നത്. ലാറ്റിൻ, കത്തോലിക്സ്, ആംഗ്ലോ ഇന്ത്യൻസ് എന്നീ വിഭാഗക്കാർക്ക് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതും ഒരു NCA നോട്ടിഫിക്കേഷനാണ്. ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 43 വയസ്സ് വരെയാണ്. അതായത് 2/1/1983 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഈ സ്ഥാപനത്തിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്നവർക്ക് നിയമപ്രകാരമുള്ള വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും. പരമാവധി 5 വയസ്സ് വരെയാണ് ഇളവ് ലഭിക്കുന്നത്. ഉയർന്ന പ്രായപരിധി ഒരു കാരണവശാലും 50 വയസ്സ് കവിയരുത് എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകളാണ് ഇനി പറയുന്നത്. SSLC പാസ്സായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. അംഗീകാരമുള്ള ഏതെങ്കിലും ഫിലിം സ്റ്റുഡിയോയുടെ ക്യാമറ വിഭാഗത്തിൽ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയും ഓഗസ്റ്റ് 5-ാം തീയതി വരെയാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 039/2026, 040/2026. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ സെക്രട്ടറി തസ്തികയിലേക്കാണ് വിജ്ഞാപനം വരുന്നത്. ഇത് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻ്റ് ആണ്.
51,400 തൊട്ട് 1,10,300 വരെയാണ് സാലറി സ്കെയിൽ. ആകെ 11 ഒഴിവുകളാണ് ഉള്ളത്. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 041/2026 തൊട്ട് 043/2026 വരെയാണ്. ഹോമിയോപ്പതി വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ. ഇതും ബൈ ട്രാൻസ്ഫർ വഴിയുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. 55,200 തൊട്ട് 1,15,300 വരെയാണ് സാലറി സ്കെയിൽ. 7 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 052/2026 കേരള വാട്ടർ അതോറിറ്റിയിൽ ഫിറ്റർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനമാണ് വന്നിരിക്കുന്നത്. ഇതും ബൈ ട്രാൻസ്ഫർ ആണ്. 25,800 തൊട്ട് 59,300 വരെയാണ് സാലറി സ്കെയിൽ. ഒഴിവുകളുടെ എണ്ണം 15. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 055/2026 കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് ലിമിറ്റഡിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത്. ഇതും ഒരു ബൈ ട്രാൻസ്ഫർ ആണ്. 20,000 തൊട്ട് 45,800 വരെയാണ് സാലറി സ്കെയിൽ വരുന്നത്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 065/2026 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡിൽ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്കാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത്. സാലറി സ്കെയിൽ പറയുന്നത് 16,580 തൊട്ട് 55,005 രൂപ വരെയാണ്. പട്ടികവർഗ വിഭാഗക്കാർക്ക് ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. KSCARD ബാങ്കിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മെമ്പേഴ്സ് സൊസൈറ്റികളിലെ സ്ഥിരം ജീവനക്കാരായ പട്ടികവർഗക്കാർക്ക് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് നിയമനം ലഭിക്കുന്നത്. യോഗ്യരായ പട്ടികവർഗക്കാരുടെ അഭാവത്തിൽ പട്ടികജാതി വിഭാഗക്കാരെയും പരിഗണിക്കും. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ്. 2/1/1976 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതകളാണ് ഇനി പറയുന്നത്. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും ഒപ്പം JDC, HDC യോഗ്യതയും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മെയിൻ വിഷയമായിട്ടുള്ള BCom വിത്ത് കോർപ്പറേഷൻ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് ബിരുദം ഉണ്ടായിരിക്കണം. ഓഗസ്റ്റ് 5-ാം തീയതി വരെയാണ് ഈ പോസ്റ്റിലേക്കും അപേക്ഷ സ്വീകരിക്കുന്നത്. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 057/2026 ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രീ പ്രൈമറി ടീച്ചർ തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. 35,600 തൊട്ട് 75,400 വരെയാണ് സാലറി സ്കെയിൽ. കാസർഗോഡ് ജില്ലയിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് ജില്ലാ അടിസ്ഥാനത്തിൽ. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 44 വയസ്സ് വരെ. 2/1/1982 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ. പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്കും നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും. ഉയർന്ന പ്രായപരിധി ഒരു കാരണവശാലും 50 വയസ്സ് കവിയരുത് എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ വിജയിച്ചിരിക്കണം. കന്നഡ ഭാഷാ യോഗ്യത അപേക്ഷകർ SSLC പരീക്ഷയിൽ 1ാം ഭാഷയായി കന്നഡ പഠിച്ച് വിജയിച്ചിരിക്കണം. അധ്യാപക പരിശീലന യോഗ്യത കേരള തിരുക്കൊച്ചി സർക്കാർ നൽകിയ നഴ്സറി ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ നൽകിയ നഴ്സറി ട്രെയിനിങ് അല്ലെങ്കിൽ ബാലസേവിക ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. കമ്മീഷണർ ഫോർ ഗവൺമെൻറ് എക്സാമിനേഷൻ നൽകിയ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. കൂടാതെ മുകളിൽ പറഞ്ഞ യോഗ്യതകൾക്കൊപ്പം TTC അല്ലെങ്കിൽ TSLC ഉള്ളവർക്ക് നിയമനത്തിൽ മുൻഗണന ലഭിക്കും. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2026 ഓഗസ്റ്റ് 5 വരെ. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 061/2026 വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് ടൈപ്പിസ്റ്റ് തസ്തികയിലേക്കാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗക്കാർക്കായിട്ടുള്ള പ്രത്യേക റിക്രൂട്ട്മെൻറ്റാണിത്. 26,500 തൊട്ട് 60,700 വരെയാണ് സാലറി സ്കെയിൽ. തൃശ്ശൂർ ജില്ലയിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നേരിട്ടുള്ള നിയമനമാണ്. കേരളത്തിലെ യോഗ്യരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പ്രായപരിധി 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയാണ്. 2/1/1981 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ. യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ ഉയർന്ന പ്രായപരിധി 50 വയസ്സ് വരെ ഇളവ് ചെയ്യുന്നതാണ്.
ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങും അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയും ഉണ്ടായിരിക്കണം. 2002 ജനുവരിക്ക് മുൻപ് KGTE ടൈപ്പ് റൈറ്റിംഗ് പാസ്സായവർ അപേക്ഷിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിൽ പ്രത്യേക സർട്ടിഫിക്കറ്റ് കൈവശം വെച്ചിരിക്കണമെന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള കുറഞ്ഞത് 3 മാസം ദൈർഘ്യമുള്ള കോഴ്സ് സർട്ടിഫിക്കറ്റുകൾ ഇതിനായിട്ട് പരിഗണിക്കും. ടൈപ്പ് റൈറ്റിംഗ് യോഗ്യത തെളിയിക്കാൻ സർക്കാർ നൽകിയ സർട്ടിഫിക്കറ്റുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നും നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സ്വീകരിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 5 വരെയാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 060/2026 ഹെൽത്ത് സർവീസിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. 35,600 തൊട്ട് 75,400 വരെയാണ് സാലറി സ്കെയിൽ. ആലപ്പുഴ ജില്ലയിൽ 2 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നേരിട്ടുള്ള നിയമനമാണ്. കേരളത്തിലെ യോഗ്യരായ പട്ടികവർഗം വിഭാഗങ്ങൾക്ക് മാത്രമായിട്ടുള്ള പ്രത്യേക റിക്രൂട്ട്മെൻ്റാണിത്. പ്രായപരിധി 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെ. അതായത് 2/1/1981 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ. യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ ഉയർന്ന പ്രായപരിധി 50 വയസ്സ് വരെ ഇളവ് ചെയ്യും എന്ന് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതകളാണ് പറയുന്നത്. +2 പാസ്സായിരിക്കണം അല്ലെങ്കിൽ VHSC വിജയം ഉണ്ടായിരിക്കണം. ഡിപ്ലോമ ഇൻ ഫാർമസി DPharm ഉണ്ടായിരിക്കണം. കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 5 വരെയാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 068/2026 069/2026 കേരള പോലീസിൽ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി പോസ്റ്റിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. 31,100 തൊട്ട് 66,800 വരെയാണ്. നേരിട്ടുള്ള നിയമനമാണ്. ഇതൊരു NCA നോട്ടിഫിക്കേഷനാണ്. സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹത ഉണ്ടായിരിക്കില്ല എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. കാറ്റഗറി നമ്പർ 68/2026 പറയുന്ന ഒഴിവുകളാണ് ഇനി പറയുന്നത്. പട്ടികജാതിയിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് മാറിയവർ തിരുവനന്തപുരം ബറ്റാലിയൻ ആസ്ഥാനമായിട്ട് 2 ഒഴിവുണ്ട്. കാസർഗോഡ് ജില്ലയിൽ 2 ഒഴിവ്, എറണാകുളം 1 ഒഴിവ്, തൃശ്ശൂർ 1 ഒഴിവ്. കാറ്റഗറി നമ്പർ 69/2026 അനുസരിച്ച് വിശ്വകർമ്മ തൃശ്ശൂർ ജില്ലയിൽ 1 ഒഴിവാണ് ഉള്ളത്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. 2/1/1993 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ. 18 വയസ്സിന് ശേഷം ക്രിസ്തു മതത്തിലേക്ക് മാറിയ പട്ടികജാതിക്കാർക്കും അവരുടെ മക്കൾക്കും 35 വയസ്സ് വരെ വയസ്സിളവുണ്ട്. മുൻ സൈനികർക്ക് ഉയർന്ന പ്രായപരിധി 45 വയസ്സ് വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യതകൾ പറയുന്നത് +2 പാസ്സായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. ശാരീരിക യോഗ്യതയും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഒക്കെ നോട്ടിഫിക്കേഷനിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 070/2026 ഭാരതീയ ചികിത്സാ വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. 27,900 തൊട്ട് 63,700 വരെയാണ് സാലറി സ്കെയിൽ. പാലക്കാട് ജില്ലയിൽ 1 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നേരിട്ടുള്ള നിയമനമാണ്. കേരളത്തിലെ യോഗ്യരായ SCCC വിഭാഗക്കാർക്ക് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. പ്രായപരിധി 18 വയസ്സ് മുതൽ 43 വയസ്സ് വരെ. 2/1/1983 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ. ക്രിസ്തു മതത്തിലേക്ക് മാറിയ പട്ടികജാതിക്കാർക്കും അവരുടെ മക്കൾക്കും ഉയർന്ന പ്രായപരിധി 45 വയസ്സാണ്. ഉയർന്ന പ്രായപരിധി ഒരു കാരണവശാലും 50 വയസ്സ് കവിയരുത് എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. വിദ്യാഭ്യാസ യോഗ്യതകൾ പറയുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കേരള സർക്കാർ അംഗീകരിച്ച ആയുർവേദ ഫാർമസിസ്റ്റ് കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2026 ഓഗസ്റ്റ് 5 വരെയാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 71/2026 ഭാരതീയ ചികിത്സാ വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. 27,900 തൊട്ട് 63,700 വരെയാണ് സാലറി സ്കെയിൽ പറയുന്നത്. പാലക്കാട് ജില്ലയിൽ 1 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നേരിട്ടുള്ള നിയമനമാണ്. കേരളത്തിലെ യോഗ്യരായ പട്ടികവർഗം വിഭാഗക്കാർക്ക് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്.
പ്രായപരിധി 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെ. 2/1/1981 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ. പൊതുവായ നിബന്ധനകളിലെ ഇളവുകൾ ഉൾപ്പെടെയാണ് ഈ പ്രായപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. ഉയർന്ന പ്രായപരിധി ഒരു കാരണവശാലും 50 വയസ്സ് കവിയരുത് എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. വിദ്യാഭ്യാസ യോഗ്യതകൾ പറയുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. കേരള സർക്കാർ അംഗീകരിച്ച ആയുർവേദ ഫാർമസിസ്റ്റ് കോഴ്സ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയും ഓഗസ്റ്റ് 5 വരെയാണ്. അടുത്ത നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ 072/2026. ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. 27,900 തൊട്ട് 63,700 വരെയാണ് സാലറി സ്കെയില്. കാസർഗോഡ് ജില്ലയിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നേരിട്ടുള്ള നിയമനമാണ്. കേരളത്തിലെ യോഗ്യരായ SC/CC വിഭാഗക്കാർക്ക് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. പ്രായപരിധി 18 വയസ്സ് മുതൽ 43 വയസ്സ് വരെയാണ്. 2/1/1983 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ. ക്രിസ്തുമതത്തിലേക്ക് മാറിയ പട്ടികജാതിക്കാർക്കും അവരുടെ മക്കൾക്കും ഉയർന്ന പ്രായപരിധി 45 വയസ്സ് വരെയാണ്. ഉയർന്ന പ്രായപരിധി ഒരു കാരണവശാലും 50 വയസ്സ് കവിയരുത് എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. SSLC യോഗ്യത ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. കേരള സർക്കാർ അംഗീകരിച്ച ആയുർവേദ ഫാർമസിസ്റ്റ് കോഴ്സ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സ്വീകരിക്കാനുള്ള അവസാന തീയതി 2026 ഓഗസ്റ്റ് 5 വരെയാണ്. PSC പ്രൊഫൈലിൽ ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്ന 34 വിജ്ഞാപനങ്ങളെ പറ്റിയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പ്രൊഫൈലിൽ കയറി അവരവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള പോസ്റ്റിലേക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക. ഈ 34 തസ്തികകളിലേക്കും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 ഓഗസ്റ്റ് 5 വരെയാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ ഇപ്പം തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.